മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യത്തിൽ നാളെ കൊച്ചിയിൽ ഉഭയകക്ഷി ചർച്ച നടക്കും. മൂന്നാം സീറ്റ് നൽകിയില്ലെങ്കിൽ ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നുവെന്ന വാർത്തകൾക്കിടെയാണ് കൊച്ചിയിലെ ചർച്ച. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലാത്തതിനാൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിന് ലീഗ് അവകാശവാദം ഉന്നയിക്കുന്നില്ല. കോഴിക്കോട് സീറ്റോ രാജ്യസഭാ സീറ്റോ നൽകണമെന്നാകും നാളത്തെ ചർച്ചയിൽ ആവശ്യപ്പെടുക. മുസ്ലിം ലീഗിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയും ആലപ്പുഴയിൽ വി ഡി സതീശനെതിരെ കെ സുധാകരന്റെ പരാമർശവും UDF-ൽ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് മുന്നണി വിട്ടുപോയത് കോൺഗ്രസിന്റെ കൂടി വീഴ്ചയാണെന്ന വിലയിരുത്തലിന് പിന്നാലെ ലീഗിന്റെ കാര്യത്തിലും അത് ആവർത്തിക്കാതിരിക്കണമെന്ന ബോധ്യം കോൺഗ്രസിനുണ്ട്. നാളത്തെ ചർച്ചയിൽ കോൺഗ്രസിനെ നയിക്കുക ഈ ബോധ്യം തന്നെയായിരിക്കും. UDF-ൽ വിള്ളലുണ്ടോ എന്നതാണ് നാം പരിശോധിക്കുന്നത്. VPP മുസ്തഫ, CPIM സജി മഞ്ഞക്കടമ്പൻ, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജേക്കബ് ജോർജ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം VPP മുസ്തഫ, മുസ്ലിം ലീഗിന് വേണ്ടി വെള്ളം വെച്ചിരിക്കുകയാണോ LDF? മൈ ഡിയർ നികേഷ് കുമാർ, അങ്ങനെ ഒരു വെള്ളവും ഞങ്ങൾ കാച്ചുന്നില്ല, ഇടതുപക്ഷം കാച്ചുന്നില്ല. മൈ പ്രീവിയസ് പാർട്ടി മുസ്ലിം ലീഗ് നാളെ ഈ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ആരെ പങ്കെടുപ്പിക്കും എന്ന് എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ കൂടിയായിട്ടുള്ള നികേഷ് കുമാർ അന്വേഷിച്ചിട്ടുണ്ടോ? KPCC പ്രസിഡന്റ് കെ സുധാകരൻ്റെ വിശേഷണം കേൾക്കാൻ വേണ്ടി പ്രയാസമുള്ളതുകൊണ്ട് സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുക്കുന്നില്ല. റാഫി പുതിയടവനെയാണ് അയക്കുന്നത് എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ലീഗിന് വേണ്ടി വെള്ളം കാച്ചി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. വലിയ പ്രശ്നമല്ലേ അതിനകത്ത് നടക്കുന്നത്. അവിടെ ലീഗ് നിൽക്കോ ഇല്ലയോ എന്ന് അവരല്ലേ തീരുമാനിക്കേണ്ടത്. ഞങ്ങളെന്തിന് ലീഗിന് ഈ പറഞ്ഞതുപോലെ ഇത്തരം ആട്ടും തുപ്പും സ്വന്തം പാർട്ടിക്കാരനെ പോലും ഏറ്റവും മ്ലേച്ഛമായ ഭാഷയിൽ വിളിച്ച് സ്നേഹിക്കുന്ന KPCC പ്രസിഡന്റും തിരിച്ചങ്ങനെയാണ് ഞാനും പറയാറുള്ളത് എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ്, അതിനെ ന്യായീകരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നികേഷ് കുമാർ കേട്ടിട്ടുണ്ടാവുമല്ലോ. അദ്ദേഹം പറയുന്നത് KPCC പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ എന്നെ ഇങ്ങനെ വിളിച്ചതുപോലെ ഞാൻ എൻ്റെ സഹപ്രവർത്തകരെ വിളിക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ മാധ്യമപ്രവർത്തകർ ഓടിപ്പോകും എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ സ്വന്തം പാർട്ടിയിലെ സഹപ്രവർത്തകർ തമ്മിൽ ഇത്ര ഗംഭീരമായി സ്നേഹിക്കുമ്പോൾ ലീഗിന് എങ്ങനെ അവിടെ കെട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടി കഴിയും? അവിടെ ലീഗ് ആലോചിക്കട്ടെ എന്താണ് ചെയ്യാൻ വേണ്ടി കഴിയുക എന്നുള്ളത്. കേവലം ഒരു മൂന്നാം സീറ്റിന്റെയോ അഞ്ചാം മന്ത്രിയുടെയോ പ്രശ്നമല്ല ഇത് നേരത്തെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ലീഗ് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് യഥാർത്ഥത്തിൽ അഞ്ചാം മന്ത്രി സ്ഥാനത്തിന്റെ പ്രശ്നം വന്നപ്പോൾ അത് കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള സാമുദായികമായ അസ്വസ്ഥതകൾ പഴയ കാര്യങ്ങളിലേക്കൊന്നും നമ്മളിപ്പോൾ പോകേണ്ടതില്ല. സജി മഞ്ഞക്കടമ്പൻ, ലീഗ് എന്തായാലും ഒരു സീറ്റ് കൂടി അധികം ലഭിച്ചാൽ മാത്രമേ UDF-ൽ നിന്നുകൊണ്ട് മത്സരിക്കേണ്ടതുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്നാണല്ലോ വാർത്തകൾ വരുന്നത്. അല്ലെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കാനാണ് ലീഗിന്റെ തീരുമാനം. പരിഹരിക്കാവുന്ന പ്രതിസന്ധിയാണോ ഇപ്പോൾ UDF-ലുള്ളത് ശ്രീ സജി മഞ്ഞക്കടമ്പൻ? 100%. നാളെ ഉഭയകക്ഷി ചർച്ചയിലൂടെ ഐക്യജനാധിപത്യ മുന്നണിയിലെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടും. ലീഗ് സ്വാഭാവികമായിട്ടും ഒരു സീറ്റ് കൂടുതൽ ചോദിച്ചാൽ ആർക്കെങ്കിലും തെറ്റു പറയാൻ പറ്റുമോ? ലീഗിനെ സംബന്ധിച്ച് അവർക്ക് 15 MLA-മാരുള്ളൊരു പാർട്ടിയാണ്. ഈ സംസ്ഥാനത്ത് ഐക്യജനാധിപത്യത്തിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയാണ്. അപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് ഒരു സീറ്റ് കൂടെ ചോദിക്കാനുള്ള അവകാശമുണ്ട്, അതിനുള്ള ശക്തിയുണ്ട്, അർഹതയുണ്ട്. അവർ സ്വാഭാവികമായ ഒരു സീറ്റ് കൂടെ ചോദിച്ചത് കോൺഗ്രസ് പാർട്ടി, UDF-നെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി ആ വിഷയം വളരെ തന്മയത്വത്തോടു കൂടി അത് കൈകാര്യം ചെയ്യും. ഏതായാലും മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി ഇതിൻ്റെ പേരിൽ പിണങ്ങി UDF വിട്ടുപോകുമെന്ന് ആരും കരുതണ്ട. ഇപ്പോൾ ഇവിടെ CPM പ്രതിനിധി പറഞ്ഞല്ലോ, ലീഗ് തീരുമാനിക്കട്ടെ, ലീഗ് പറയട്ടെ. ഇവരെന്താ കഴിഞ്ഞ കാലങ്ങളിൽ ലീഗിനെ കുറിച്ച് പറഞ്ഞത്? വർഗീയവാദികൾ. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അത് വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞവർ ഇപ്പോൾ ഇങ്ങനെ പോരട്ടെ എന്ന് ക്ഷണിച്ചുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ അവരുടെ അടിത്തറ ഇളകിയിരിക്കുക. അവർക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 7 വർഷത്തെ ദുർഭരണം കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിണറായി സർക്കാരിൻ്റെ അവരുടെ അഴിമതി ഈ ചർച്ച ചെയ്യപ്പെടും, വിലക്കയറ്റം ചർച്ച ചെയ്യപ്പെടും, കാർഷിക വിളകളുടെ വില തകർച്ച ചർച്ച ചെയ്യപ്പെടും, അവരുടെ അക്രമം. നമ്മൾ കണ്ടല്ലോ, കഴിഞ്ഞ ദിവസം SFI-ക്കാരൻ ഒരു പോലീസുകാരനെ അടിച്ച് താഴെയിട്ടു. ഇത് മാത്രമോ, കേരളത്തിലുടനീളം ഇത്തരത്തിൽ SFI DYFIയുടെ നേതൃത്വത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതിലേക്ക് വരാം. സജി മഞ്ഞക്കടമ്പൻ, ഇവിടെ ശ്രീ ജേക്കബ് ജോർജ്, കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിൽ നിന്ന്, കേരള കോൺഗ്രസ് എം UDF-ൽ നിന്ന് വിട്ടുപോയതിൻ്റെ കാരണക്കാരനായി അന്ന് നമ്മൾ വിശകലനം ചെയ്തിട്ടുള്ളത് കോൺഗ്രസിൻ്റെ അന്നത്തെ UDF-ൻ്റെ അന്നത്തെ കൺവീനറും UDF-ൻ്റെ അന്നത്തെ ചെയർമാനുമായിരുന്നു. നോക്കൂ, സമാനമായ ഒരു സ്ഥിതിവിശേഷം സൃഷ്ടിക്കാൻ എന്തായാലും UDF-ന് ശക്തിയില്ല എന്നറിയാം. അതുകൊണ്ട് ലീഗ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്, ശ്രീ ജേക്കബ് ജോർജ്, വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് വ്യക്തത നൽകാത്തതിനാൽ കോഴിക്കോട് സീറ്റ് നൽകുക, അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യത്തിൽ വ്യക്തത ഇല്ലെങ്കിൽ 27-ാം തീയതി യോഗം ചേർന്ന് തീരുമാനമെടുക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതിൽ എത്ര കണ്ട് ഗൗരവം കാണുന്നുണ്ട് ശ്രീ ജേക്കബ് ജോർജ് താങ്കൾ? ലീഗിന് അതുപോലെയുള്ള അറ്റകൈ പ്രയോഗത്തിനൊന്നും മടിയില്ല, മടിയുള്ള പാർട്ടിയല്ല ലീഗ്. മുസ്ലിം ലീഗിന് മുന്നണിയിൽ നിൽക്കാതെ തന്നെ ഒറ്റയ്ക്ക് നിലനിൽക്കാനുള്ള ശേഷിയുണ്ട്. പക്ഷേ അവർ അങ്ങനെ കൂട്ടുത്തരവാദിത്വം മറക്കാമോ? മുമ്പൊരിക്കൽ നമുക്കറിയാമല്ലോ, UDF വിട്ടുപോയി, ഇടതുപക്ഷം എടുത്തില്ല, പിന്നെ തിരിച്ച് UDF-ലേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു, ഒരു ചരിത്രമുണ്ട് അങ്ങനെ. എങ്കിലും ലീഗിന് സമ്മർദ്ദം പ്രയോഗിക്കാനുള്ള ശരിക്കുള്ള അവസരമാണ്. അതിനവർക്ക് അവകാശമുണ്ട്. അവർ പറയുന്നതിനകത്ത് ഞാൻ ഇന്നലെ ഇതേ ചർച്ചയിൽ നികേഷിൻ്റെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ അതിനൊരു രാഷ്ട്രീയ പിൻബലമുണ്ട്, ഒരു പൊളിറ്റിക്കൽ തിയറി അവർ കൊണ്ടുവന്നിട്ടുണ്ട്, യാതൊരു സംശയമില്ല. കോൺഗ്രസ് അത് അംഗീകരിക്കേണ്ടി വരും. ഇപ്പോൾ വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നോ ഇല്ലയോ എന്ന് തീർച്ചയാക്കിയിട്ടില്ല. വയനാട് അവർ മാറ്റിവെക്കുന്നു. വയനാട് കോൺഗ്രസ് നേതാവ് MI ഷാനവാസ് മത്സരിച്ച് ജയിച്ച സീറ്റാണ്. പകരം കോൺഗ്രസിൻ മത്സരിച്ച് ജയിച്ച, അവിടെ വെച്ചുകൊണ്ടിരിക്കുന്ന, കൈവശം വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കോട് വേണമെന്നും എന്ന് പറയുമ്പോൾ ആദ്യത്തെ കടുത്ത കൈയായിപ്പോയി. MK രാഘവൻ ജയിച്ച, MK രാഘവൻ പിടിച്ചടക്കിയ കോട്ടയാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ട്രൈക്ക് റേറ്റ്, അവർ ചരിത്രപരമായി തന്നെ സ്ട്രൈക്ക് റേറ്റ് നോക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം, ഇപ്പോൾ UDF-ൽ നിന്നുകൊണ്ട് കോൺഗ്രസ് മത്സരിക്കുന്നതാണ് കണ്ണൂരിൽ നല്ലത്, കോൺഗ്രസ് മത്സരിക്കുന്നതാണ് കാസർഗോഡ് നല്ലത്. അതുകൊണ്ടാണ് അവർക്ക് നേരത്തെ കാസർഗോഡ് സീറ്റ് കിട്ടിയിട്ടും തിരിച്ചു കൊടുത്തിട്ടുള്ളത്. കോൺഗ്രസ് മത്സരിക്കുന്നതാണ് വടകരയിൽ നല്ലത്. പിന്നെ അവർക്ക് 45% മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള 2 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്, ഒന്ന് വയനാടും 2 കോഴിക്കോടും. വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് വ്യക്തത വരുത്താത്തതിനാൽ കോഴിക്കോടിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നു. ഈ MK രാഘവനെ അടുത്ത ജൂലൈയിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നിർത്തിക്കോട്ടെ. അല്ല, അത് കോൺഗ്രസിനകത്തെ പ്രശ്നമാണ്, ആഭ്യന്തര പ്രശ്നമാണ്. പക്ഷേ നികേഷ് അറിഞ്ഞോ എന്നെനിക്കറിയില്ല. MK രാഘവൻ സംസ്ഥാന നേതാക്കളെ കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വാർത്ത വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതെ, MK രാഘവൻ നല്ല നേതാവാണ്, അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോഴിക്കോടിനെ കയ്യിൽ ഒതുക്കിയ നേതാവാണ്. കോഴിക്കോടുമായിട്ട് നല്ലൊരു ഒരു ബന്ധം ഉണ്ടാക്കി അത് സ്ഥിരപ്പെടുത്തിയ ആളാണ് MK രാഘവൻ. രാജ്യസഭാ സീറ്റിൽ അദ്ദേഹം പോകാൻ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ നിയമസഭാ സീറ്റ് കൊടുത്ത് അവിടേക്ക് കേരള നിയമസഭയിലേക്ക് വരാൻ ഇപ്പോൾ തന്നെ ധാരാളം കോൺഗ്രസ് MP-മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് ലോക്സഭ വേണ്ട, ഞങ്ങൾ നിയമസഭയിലേക്ക് പോയിക്കോളാം എന്നൊക്കെയാണ്. അങ്ങനെ ചുവട് പിടിച്ച് ചിലപ്പോൾ രാഘവൻ സമ്മതിക്കുമായിരിക്കും, കോഴിക്കോട് കൊടുക്കും. ആത്യന്തികമായിട്ട് ലീഗിൻ്റെ പ്രശ്നം, ലീഗിന് ഒരു സീറ്റ് ഇവിടെ കിട്ടുക എന്നുള്ളതല്ല നികേഷ്. കോൺഗ്രസ് ഒരു മുസൽമാനെ പോലും സ്ഥാനാർത്ഥിയാക്കുന്നില്ല എന്നതാണ് അവരുടെ ബുദ്ധിമുട്ട്. UDF-ൻ്റെ ഒരു മുന്നണിയിൽ ലീഗ് 2ാമത്തെ വലിയ കക്ഷിയായിരുന്നിട്ട് കോൺഗ്രസ് ഇതാ ലോക്സഭ 20 സീറ്റിൽ മത്സരിക്കുന്ന UDF ഒറ്റ സീറ്റിൽ പോലും ഒരു മുസൽമാൻ പേരുള്ള ഒരാളെ നിർത്തിയിട്ടില്ല. അതിപ്പോൾ ലീഗിൻ്റെ പ്രശ്നമല്ല, സമസ്തയുടെ പ്രശ്നമല്ല, അത് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പ്രശ്നവും വികാരവുമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വിഷയം. അത് പ്രശ്നം സമയത്ത് തീർക്കാത്തതിൻ്റെ കുഴപ്പമാണ്. അതിനൊരു പരിഹാരം എത്രയും വേഗം കണ്ടെത്തേണ്ടത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ആവശ്യമാണ്, ലീഗിൻ്റെ അല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.
ശ്രീ സജി മഞ്ഞക്കടമ്പൻ നോക്കൂ, UDF നമ്മൾ കണ്ടിരുന്നത് കെട്ടുറപ്പോടുകൂടി പോകുന്ന ഒരു മുന്നണിയാണ് എങ്കിൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുമുന്നിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ വഷളായി വരുന്നുണ്ടോ? ഇപ്പോൾ പഞ്ചായത്ത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി കോൺഗ്രസ് പാർട്ടിക്കുണ്ടായി. ഇന്നലെ PMA സലാമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മുസ്ലിം ലീഗിൻ്റെ വിജയത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, UDFിൻ്റെ ആകെ വിജയത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ന്യൂനപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രചോദനമാകും ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുകയാണ്. ഇന്നലത്തെ പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് കെ സുധാകരൻ്റെ പരാമർശം, അതുകൊണ്ടാണ് നേരത്തെ VPP മുസ്തഫ മൈ ഡിയർ എന്നൊക്കെ എന്നെ വിളിച്ചത്. നോക്കൂ, ഇത് VPP മുസ്തഫ മാത്രമല്ല, ഇനിയുള്ള പൊതുയോഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്ന കാര്യമായിരിക്കും VPP മുസ്തഫയുടെ പാർട്ടിയുടെ. ഇത് വലിയ നിലയിലൊരു അങ്കലാപ്പ് മുന്നണിയിലൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ ശ്രീ സജി മഞ്ഞക്കടമ്പൻ? ഞങ്ങൾക്കൊരു അങ്കലാപ്പ് ഉണ്ടാക്കുന്നില്ല. UDFിനെ സംബന്ധിച്ച് എക്കാലവും നമുക്കൊരു സീറ്റ് വിഭജനം സ്വാഭാവികമായിട്ടും അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൻ്റെ അവസാന ഘട്ടത്തിലെ സീറ്റ് വിഭജനം പൂർത്തീകരിച്ചിട്ടുള്ളൂ. ഇനി സീറ്റ് വിഭജനം അല്പം താമസിച്ചാലും ഞങ്ങളുടെ ആ സീറ്റ് വിഭജനം പൂർത്തിയായി കഴിയുമ്പോൾ UDF ഒറ്റക്കെട്ടായി നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടും. UDF വിജയിക്കും. ഇവിടെ 19 സീറ്റിലാണ് ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ വിജയിച്ചതെങ്കിൽ ഇത്തവണ 20 സീറ്റിലും വിജയിക്കും, യാതൊരു സംശയവുമില്ല. കാരണം ഈ ഗവൺമെൻറ്റിനുള്ള അത്രയേറെ എതിർപ്പുണ്ട്. പിന്നെ ഇവിടെ സുധാകരൻ്റെ പരാമർശത്തെക്കുറിച്ചൊന്നും ഓർത്ത് ഇവിടുത്തെ CPM പാർട്ടി വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മളൊക്കെ പൊതുസമൂഹമൊക്കെ കേട്ടിട്ടുള്ള ഇതിനേക്കാൾ എത്രയോ നികൃഷ്ടമായ, എത്രയോ മോശമായ, തരം താഴ്ന്ന വാക്കുകൾ ഇവരുടെയൊക്കെ വായിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ സുധാകരൻ്റെ സുധാകരനും സതീശനും പറഞ്ഞു ഞങ്ങൾ തമ്മിൽ അത്തരത്തിലുള്ള ഒരു അന്തരവുമില്ല, അത്തരത്തിലൊരു സംസാരമല്ല നടന്നത്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ MM മണി എന്ത് തെറി വിളിച്ചാലും നാട്ടുഭാഷ എന്നാണ് പറയുന്നത്. അപ്പം നാട്ടുഭാഷയാണെന്ന് നിങ്ങൾ കൂട്ടിയാൽ മതി, വേറെ വലിയ കഥയൊന്നുമില്ല. പിന്നെ ഇവിടെ നമുക്കറിയാം, ഇവിടെ DYFIയുടെ നേതാക്കന്മാർ, SFIയുടെ നേതാക്കന്മാരൊക്കെ എത്രയോ മോശമായി ആളുകളെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കഴുത്ത് വെട്ടും കാല് വെട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന നേതാവോ അല്ലെങ്കിൽ MM മണിയോ തന്നെ വിളിക്കുന്നത് പോലെയാണോ KPCC അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ പാർലമെന്ററി പാർട്ടി നേതാവിനെ കുറിച്ചുള്ള പരാമർശം ഈ വിധത്തിൽ നടത്തുന്നത്? ഇപ്പോൾ MV ഗോവിന്ദ മാസ്റ്റർ പിണറായി വിജയന് വേണ്ടി കാത്തിരിക്കുന്ന ഘട്ടത്തിൽ MV ഗോവിന്ദ മാസ്റ്റർ പിണറായി വിജയൻ എവിടെ പോയി എന്ന് ചോദിച്ചിട്ട് ഈ പദപ്രയോഗമാണ് ഉപയോഗിച്ചതെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുക? അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്താ ഞാൻ പറഞ്ഞല്ലോ നികേഷ് കുമാർ, സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും കണ്ടതാ. അദ്ദേഹം വന്ന് നേരത്തെ ഇരുന്നു, എന്ത് ഇയാൾ എവിടെ പോയിരിക്കുകയാണെന്ന് അദ്ദേഹം KPCC പ്രസിഡന്റ് ചോദിച്ചു. KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ V സതീശന്റെ ജ്യേഷ്ഠ സഹോദരനാണ്. ജ്യേഷ്ഠ അനുജന്മാർ അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിച്ചത്. അതിനകത്ത് നിങ്ങളാരും വിഷമിക്കേണ്ട കാര്യമില്ല, ഇവിടെ ആരും വിഷമിക്കേണ്ട. അവിടെ സുധാകരനും കുഴപ്പമില്ല, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും കുഴപ്പമില്ല. അവിടെ അങ്ങനെ ഒരു വിഷയം ഈ പിന്നെ ആർക്കാ കുഴപ്പം? ഞങ്ങൾക്കും കുഴപ്പം, UDFിന്റെ ഒരു നേതാക്കന്മാർക്ക് ഒരു കക്ഷിക്കും കുഴപ്പം. പിന്നെ ആർക്കാ അവിടെ കുഴപ്പം? ഇത് കേട്ടിരിക്കുന്ന ഇവിടെ CPM അവർക്ക് കുഴപ്പമുണ്ടെങ്കിൽ അവരവരുടെ പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്ത് അപലപിക്കട്ടെ. ഞങ്ങൾ അപലപിക്കാനും പോകുന്നില്ല. ഞങ്ങൾക്കൊട്ട് ദുഃഖവുമില്ല, സങ്കടവുമില്ല, യാതൊരു പിണക്കവും ഇല്ല. നികേഷേ, മൈ ഒപ്പീനിയൻ, അവിടെ കുഴപ്പമുണ്ട്. കാരണം സുധാകരൻ അങ്ങനെ പറയുന്നതെല്ലാം അംഗീകരിച്ചു പോകുന്നതാണെങ്കിൽ, ഇപ്പോൾ UDFിന്റെ പ്രതിനിധി ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സുധാകരൻ അങ്ങനെ പറയുന്നതെല്ലാം നമ്മൾ സ്വീകരിക്കേണ്ടതാണ്, അംഗീകരിക്കേണ്ടതാണ്, അതിലൊരു കുഴപ്പവും കാണുന്നില്ലെങ്കിൽ ലീഗിന്റെ 3ാം സീറ്റ് മാത്രമല്ലല്ലോ പ്രശ്നം. ലീഗ് ഉൾപ്പെടെ, സജി മഞ്ഞക്കടമ്പന്റെ കേരള കോൺഗ്രസ് ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തെ എല്ലാവരും വലിയ ഭീഷണിയായി കാണുന്ന RSSന് ഈ കേരളത്തിൽ പ്രവർത്തിക്കാൻ സൗകര്യം ഒരുക്കി കൊടുത്തത് ഞാനാണ്. കണ്ണൂരിൽ CPMകാർ RSSന്റെ ശാഖ തടയാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ പിള്ളേരെ വിട്ട് RSSന് സംരക്ഷണം കൊടുത്തു. എനിക്ക് തോന്നിയാൽ ഞാൻ RSSൽ പോകും. ഇതെല്ലാം സജി മഞ്ഞക്കടമ്പൻ അംഗീകരിക്കുന്നുണ്ടോ? ഇതൊക്കെ KPCC പ്രസിഡന്റ് K സുധാകരന്റെ വർത്തമാനങ്ങളാണ്, വലിയ പ്രസംഗങ്ങളാണ്. സ്നേഹിച്ച് വിളിച്ചതുപോലെ VD സതീശനെ സ്നേഹിച്ച് വിളിച്ചതുപോലെ കുഴപ്പമില്ലാത്ത വർത്തമാനമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം. നിങ്ങൾ ഗൗരവമായിട്ട് ഈ രാഷ്ട്രീയത്തെ കാണണം. എത്ര ഭീകരമായ അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ നിങ്ങൾ SFIക്കാരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, DYFIക്കാരൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വോട്ട് കിട്ടില്ല. സജി, നിങ്ങൾ ഇത് തന്നെയല്ലേ പറഞ്ഞത് ഈ ബൈ ഇലക്ഷനിൽ? പിണറായിയെ പറഞ്ഞു, പിണറായിയുടെ മകളെ പറഞ്ഞു, SFIക്കാരെ പറഞ്ഞു, എന്തെല്ലാം നിങ്ങൾ പറഞ്ഞു.
എന്നിട്ട് ജനം എങ്ങനെയാ ഇപ്പോ പ്രതികരിച്ചിട്ടുള്ളത്? ജനം എങ്ങനെയാ ഇതിനെല്ലാം കണ്ടിട്ടുള്ളത്? UDF-ന്റെയും നിങ്ങളെ സഹായിക്കുന്ന ചിലരുടെയും ചില മാധ്യമങ്ങളുടെയും എല്ലാം സഹായത്തോടെ നടത്തുന്ന ഈ വ്യാജ പ്രതീതി സൃഷ്ടിക്കാനുള്ള പ്രചരണങ്ങളെ മുഴുവൻ നാട് തള്ളിക്കളഞ്ഞില്ലേ? അത് മുന്നിലിരിക്കെ, അങ്ങനെ ഒരു ജനവിധി ഇന്നലെ വന്നത് മുന്നിലിരിക്കെ പിന്നെയും പിന്നെയും ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയാൽ യഥാർത്ഥ പ്രശ്നം നിങ്ങൾ അങ്ങേറ്റം, നിങ്ങൾ ഈ 2019 ദിവാസ്വപ്നത്തിൽ ഇരിക്കല്ലേ. 2019 എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യം, സവിശേഷമായ സാഹചര്യം. അതിനുശേഷം സജി മഞ്ഞക്കടമ്പൻ ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി. അങ്ങനെ ഒഴുകി വന്നിട്ടാണ് 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നത്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. എന്താ കേരളം പ്രതികരിച്ചത്? 2019 റിസൾട്ടാണോ? UDF-നെ കൊണ്ടു നടന്ന റിസൾട്ടാണോ 2020 ലോക്കൽ ബോഡി ഇലക്ഷനിലും 2021 നിയമസഭാ ഇലക്ഷനിലും കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്? ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ 11ാം മണിക്കൂറിൽ കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതല്ലേ വന്നിരിക്കുന്ന വിധി. അതുകൊണ്ട് 2019 ഒരു ദിവാസ്വപ്നത്തിൽ ഇരുന്നിട്ട് എന്തോ ഞങ്ങൾ അങ്ങ് വലിയ നിലയിലായി പോകും എന്ന് കരുതുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ പാപ്പരത്വമാണ്. നിങ്ങളൊരു പാർട്ടി എന്നുള്ള നിലയിൽ പോലും കോൺഗ്രസിന് യോജിച്ചു പോകാൻ കഴിയുന്നില്ല, പിന്നെയല്ലേ നിങ്ങൾ മുന്നണി ഒന്നിച്ചു പോകുന്നത്? സജിയുടെ പാർട്ടിയിൽ പോകുന്നുണ്ടോ? ഇപ്പൊ സജിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ട് വലിയ അടി നടക്കുന്നു കോട്ടയത്ത് എന്നുള്ളതല്ലേ പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ ഇങ്ങനെയെല്ലാമുള്ള അവസ്ഥയാണ് UDF-നകത്തുള്ളത്. UDF-ല് ആകെ പ്രശ്നമാണ്, ഓരോ പാർട്ടിക്കകത്തും പ്രശ്നമാണ്. എന്താ ലീഗിനകത്ത് തന്നെയുള്ള വിഷയം? ശരി, മറ്റു കാര്യങ്ങളിലേക്ക് വരാം. ഇവിടെ നോക്കൂ, ശ്രീ ജേക്കബ് ജോർജ്, കെ സുധാകരന്റെ ഭാഷയെ പറ്റി നേരത്തെ തന്നെ മുസ്ലിം ലീഗിന് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. ചില ശൈലീ പ്രയോഗങ്ങൾ, ഭാഷാ പ്രയോഗങ്ങൾ, അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാനാകില്ല എന്ന നിലപാട് ലീഗ് പരസ്യമായി തന്നെ എടുത്തിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ മൃഗങ്ങളെക്കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല എന്ന് ഇതേ PMA സലാം തന്നെ പറഞ്ഞതിൻ്റെ കോണ്ടെക്സ്റ്റ് നമുക്കറിയാം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് VD സതീശനും കെ സുധാകരനും വേണ്ട വിധത്തിൽ നേതൃശേഷി ഉള്ളവരല്ല എന്നുള്ള ഒരു തിരിച്ചറിവോ അല്ലെങ്കിൽ വിമർശനമോ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത വിഷയമാണ് എന്തുകൊണ്ടാണ് ലീഗ് 3ാം സീറ്റ് ചോദിക്കുന്നത്. നേരത്തെ കോൺഗ്രസ് ഒറ്റക്കക്ഷിയാകട്ടെ എന്ന് കരുതി ലീഗ് എപ്പോഴും വിട്ടുവീഴ്ച ചെയ്തിരുന്നു. കോൺഗ്രസ് കൂടുതൽ സീറ്റ് ജയിക്കാവുന്ന ഇടങ്ങളിൽ നിന്ന് മത്സരിക്കട്ടെ, അങ്ങനെ രാഷ്ട്രപതിക്ക് കോൺഗ്രസ് ഒറ്റക്കക്ഷിയായാൽ ക്ഷണിക്കാനാകൂ എന്ന്. 2019 അതിൻ്റെ പാരമ്യ വികാരമായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുകയും ചെയ്തപ്പോൾ കേരളത്തിലെ ഒരു സീറ്റിൽ നിന്ന് ജയിക്കുന്നയാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്നുള്ള മോഹം UDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ആ മോഹം കേരളത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ കേരളം വലിയ നിലയിൽ UDF-നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് 19 സീറ്റിൽ. പക്ഷേ ഇത്തവണ 2019 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിൽ കോൺഗ്രസിനെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല. ലീഗിന് തങ്ങളുടേതായ പ്രാതിനിധ്യം ആവശ്യമാണ് എന്ന നിലപാടിലേക്ക് അവരെത്തിക്കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് 2019-2024 കാലഘട്ടത്തിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബില്ലുകളെല്ലാം തന്നെയും മുസ്ലിം വിരോധ ബില്ലുകളായിരുന്നു. അവിടെ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയിൽപ്പെട്ട ആളുകൾ മാത്രമാണ് പലപ്പോഴും ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ UDF-ൽ ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, അങ്ങനെ കേരളത്തിൽ അവർക്ക് താതാത്മ്യം പ്രാപിക്കാൻ കഴിയാത്ത നേതാക്കൾ, പ്രത്യേകിച്ച് കെ സുധാകരൻ, ഇപ്പോൾ കെ സുധാകരൻ വീണ്ടും ഒരു വലിയ വീഴ്ചയിലേക്ക് പോയിരിക്കുകയാണ്. നേരത്തെ നമുക്കറിയാം പുതുപ്പള്ളി നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മൈക്കിന് വേണ്ടി നടത്തിയിട്ടുള്ള പിടിവലി, ആ പിടിവലിക്ക് ശേഷം പിന്നീട് അതെങ്ങനെയോ പാച്ചപ്പ് ചെയ്ത് പോയി എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ചില സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തുവെങ്കിൽ പോലും വീണ്ടും കെ സുധാകരൻ തന്നെ വലിയ വീഴ്ചയിൽ വീണിരിക്കുന്നു എന്നുള്ള. ഇതിനെയൊക്കെ എങ്ങനെയാണ് ഘടകകക്ഷികൾ പുറത്തും സഹിച്ചും വിട്ടുകൊടുത്തും ഒക്കെ മുന്നോട്ട് പോവുക? അത് കോൺഗ്രസിൻ്റെ അകത്തുനിന്നല്ല, എല്ലാ പാർട്ടിക്കകത്തും ഒരു പ്രോട്ടോക്കോളുണ്ട്. അതായത് കോൺഗ്രസിൽ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ നിയമസഭാ കക്ഷി നേതാവ് പ്രോട്ടോക്കോൾ, കോൺഗ്രസിലെ ഒരു ഔദ്യോഗികമോ അനൗദ്യോഗികമോ ആയ ഒരു പ്രോട്ടോക്കോൾ അനുസരിച്ച് ഒന്നാമൻ ആര് എന്നുള്ളതിനെക്കുറിച്ച് കേരളത്തിൽ വലിയ തർക്കം നടന്നിട്ടുണ്ട് കേട്ടോ. അത് കാര്യം വേറെ. കോൺഗ്രസിനകത്ത് തർക്കം തന്നെയാണ് ഞാനീ പറയുന്നത്. കോൺഗ്രസിൽ ഇവിടെ ഒന്നാമൻ എന്ന് പറയുന്നത് VD സതീശനാണ്. 1969 കെ കരുണാകരൻ
അസംബ്ലിയിൽ വെറും 9 അംഗങ്ങളുടെ നേതാവായിരുന്നു. അദ്ദേഹമാണ് മുന്നണി ഉണ്ടാക്കിയത്. EMS നമ്പൂതിരിപ്പാട് സപ്തകക്ഷി മുന്നണി ഉണ്ടാക്കിയത് 67-ൽ. ജേക്കബ് ജോർജ് ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ, കോഴിക്കോട്ടെ വീട്ടിൽ ഇന്ന് പോയി സംഭവിച്ച കാര്യങ്ങളൊന്നും താങ്കൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ കേട്ടില്ല, ഞാൻ തിരക്കിലായിരുന്നു. ആലപ്പുഴയില് ഇപ്പം പറഞ്ഞ വി ഡി സൂചന സതീശൻ മാത്രം, അതുകൊണ്ടാണ് നേരത്തെ VPP മുസ്തഫയൊക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ചില പ്രയോഗങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ചില സൂചനകളൊക്കെ തന്ന് ചർച്ചയെ ആ ദിശയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ആലപ്പുഴയിലെ വി ഡി സതീശനെ കാത്തു നിൽക്കുന്ന കെ സുധാകരൻ ഒരു അസഭ്യ പരാമർശം നടത്തുന്നു. അസഭ്യ പരാമർശം മൈക്ക് ക്യാപ്ചർ ചെയ്യുന്നു, ടെലിവിഷൻ ക്യാമറ ക്യാപ്ചർ ചെയ്യുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പുതുപ്പള്ളിയിലെ മൈക്കിന് വേണ്ടിയിട്ടുള്ള പിടിവലിയാണെങ്കിൽ ഇപ്പോൾ മൈക്കിൻ്റെ മുമ്പിൽ ഒരു അസഭ്യ പരാമർശം കൂടി നടത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ലീഗിന് നേരത്തെ തന്നെ കെ സുധാകരൻ്റെ ഈ ശൈലീ പ്രയോഗത്തിനും ഈ പറയുന്ന കെ സുധാകരൻ്റെ ഭാഷാ പ്രയോഗത്തിനുമൊക്കെ വിയോജിപ്പുകളും എതിർപ്പുകളും വിമർശനങ്ങളും ഒക്കെ ഉണ്ട്. വീണ്ടും ഒരു വലിയ സംഭവം കൂടി അവരുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു. അതെ, മുഖ്യമന്ത്രിയാണെങ്കിലും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണെങ്കിലും പ്രതിപക്ഷ നേതാവാണെങ്കിലും ഒന്നാമൻ എന്ന് പറയുന്നത് നിയമസഭാ കക്ഷി നേതാവ് തന്നെയാണ്. ആൻ്റണി അത് വളരെ കൃത്യമായിട്ടത് ആസ്വദിച്ചിരുന്നു, കൃത്യമായിട്ടത് പ്രയോഗിക്കുകയും ചെയ്തിരുന്നു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം പ്രതിപക്ഷ KPCC അധ്യക്ഷനെ വിളിച്ച് വരുത്തി രാജിക്കാര്യം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു ചെറിയാൻ ഫിലിപ്പിൻ്റെ പുസ്തകത്തിലെ മറ്റോ ആണെന്ന് തോന്നുന്നു അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അങ്ങനെയാണ്. പ്രതിപക്ഷ നേതാവാണ്, KPCC അധ്യക്ഷൻ അല്ല. ഇപ്പോൾ അടുത്ത മുഖ്യമന്ത്രി നമുക്ക് പറയാമല്ലോ, ഐക്യജനാധിപത്യ മുന്നണിയുടെ അധികാരത്തിൽ ജയിച്ചാൽ അടുത്ത മുഖ്യമന്ത്രിയാക്കേണ്ടത് സ്വാഭാവികമായിട്ടും VD സതീശനാണ്. അത് സുധാകരനല്ല നികേഷ്. അതാണ് അതിൻ്റെ അകത്തെ പ്രോട്ടോക്കോൾ. അത് അദ്ദേഹം ആ പ്രോട്ടോക്കോളിനെ അതിനകത്തുള്ള ഈ ചില നാട്ടു കാര്യങ്ങളുണ്ടല്ലോ അതിനെയൊക്കെ ബഹുമാനിക്കാൻ KPCC പ്രസിഡന്റ് കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നിരാശാജനകമാണ്. പക്ഷേ കോൺഗ്രസിൽ അങ്ങനെ ഒരു രീതി ഉണ്ടോ? ഞാൻ ആ ചർച്ചയിലേക്ക് വരാം. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാജ്യഭീഷണി മുഴക്കിയെന്നും അദ്ദേഹം ഹൈക്കമാൻഡിനോട് പരാതി പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് UDFനെ ഏതോ തരത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ബാധിച്ചിട്ടില്ല എങ്കിൽ അതെങ്ങനെയാണ് ബാധിക്കാതിരിക്കുക? ശ്രീ സജി മഞ്ഞക്കടമ്പൻ, സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ MM മണി പ്രസംഗമധ്യേ രാഷ്ട്രീയ എതിരാളികളെക്കുറിച്ച് ചിലപ്പോൾ നമുക്ക് ഹിതകരമല്ലാത്ത പരാമർശങ്ങൾ നടത്തുന്നു. ശരി, അത് രാഷ്ട്രീയ എതിരാളികളെക്കുറിച്ച് അദ്ദേഹം പ്രസംഗമധ്യേ നടത്തുന്ന പരാമർശങ്ങളാണ്. അല്ലെങ്കിൽ SFIക്കാർ ഏതെങ്കിലുമൊക്കെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ താങ്കൾ പറയുന്നതാണ്, എനിക്കറിയില്ല. ഇതാണോ? ഇത് പ്രതിപക്ഷ നേതാവിനെയാണ് വിളിക്കുന്നത്, തൻ്റെ സഹപ്രവർത്തകനെയാണ് വിളിക്കുന്നത്. അതെങ്ങനെയാണ് ഒരു പ്രശ്നമല്ലാതാവുന്നത്? അല്ല, ഞാനിപ്പം 10 മിനിറ്റ് മുമ്പ് ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനം ഞാൻ മാധ്യമങ്ങളിൽ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരിക്കലും AICCക്ക് പരാതി കൊടുത്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഹൈക്കമാൻഡിന് പരാതി കൊടുത്തിട്ടുണ്ടെന്നോ അദ്ദേഹം രാജിവെക്കുമെന്നോ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞ ഇപ്പോൾ നികേഷ് കുമാർ പറഞ്ഞപ്പോഴാണ് ഞാൻ കേൾക്കുന്നത്. അങ്ങനെ ഒരു സംഭവമില്ല. ഇവിടെ നമ്മൾ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, ഇന്ന് സത്യത്തിൽ ഈ ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ ഭരണത്തെക്കുറിച്ചും കേന്ദ്രത്തിലെ ഭരണത്തെക്കുറിച്ചുമാണ് ഈ തെരഞ്ഞെടുപ്പ് മുമ്പ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ല, എൻ്റെ പ്രിയ സുഹൃത്ത് CPMൻ്റെ പ്രതിയായ PPP മുസ്തഫ അദ്ദേഹം വളരെയേറെ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ സുധാകരൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതല്ലല്ലോ, ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ CPM നേതാക്കന്മാർ ഇതിനു മുമ്പ് പറഞ്ഞു. ഇപ്പം നമ്മൾ കണ്ടല്ലോ, നമ്മുടെ ബഹുമാനപ്പെട്ട ഇവിടെ ആരാ ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ വിഷയത്തിൽ അവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ CPMമാർക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടും അതിൻ്റെ പ്രതികളെ വീണ്ടും കോടതി 2 പേരെ കൂടി ശിക്ഷിച്ച സാഹചര്യം. ചന്ദ്രശേഖരനെ കൊല്ലുന്നതിന് മുമ്പ് ഇവിടെ CPMൻ്റെ നേതാവ് പ്രസംഗിച്ചത് എന്താ? ചന്ദ്രശേഖരൻ്റെ തല പൂക്കല പോലെ ചിതറിക്കും. ഇവിടെ ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഇവിടെ സഭാപിതാക്കന്മാരെ നികൃഷ്ടജീവി എന്ന് വിളിച്ചില്ലേ? ഇവിടെ നമ്മുടെ എന്താ MK പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ചില്ലേ? ഇതൊക്കെ അങ്ങനെയൊക്കെ അതൊക്കെ നിങ്ങൾ ഇപ്പോൾ അതെല്ലാം അങ്ങനെ തന്നെ CPM അതെല്ലാം അഡ്മിറ്റ് ചെയ്യുന്നുണ്ടോ? എനിക്കതാ ചോദിക്കാനുള്ളത്. ഇവിടെ കേവലം പ്രതിപക്ഷ അല്ലെങ്കിൽ ഈ പറഞ്ഞ KPCC പ്രസിഡന്റ് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് വരാൻ താമസിച്ചപ്പോൾ ഇയാൾ എവിടെ പോയിരിക്കുക അത്ര സമയം? ഈ പത്രക്കാരെ വിളിച്ചിരുത്തിയിട്ട് എന്ത് ചോദിച്ചേരെ ഓർത്ത് നിങ്ങൾ വിലപിക്കരുത്, അതിനൊരു ചർച്ചയുടെ ആവശ്യമില്ല. ഇവിടെ ഞാൻ പറഞ്ഞു ഇതൊന്നും ഇവിടെ UDFിനെ കെട്ടുറപ്പിനെ ബാധിക്കാൻ പോകുന്നില്ല.
തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ട VP മുസ്തഫ പറഞ്ഞു, 2019 സ്വപ്നം നിങ്ങൾ കാണരുതെന്നാവും. ഞങ്ങൾ 2019 ഒരു സ്വപ്നവും കാണുന്നില്ല. ഞങ്ങൾ 2023 യാഥാർത്ഥ്യമാണ് ഞങ്ങൾ കാണുന്നത്. നമ്മൾ കണ്ടല്ലോ 2023 നമ്മൾ പുതുപ്പള്ളിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് കണ്ടില്ലേ? അവിടെ എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടാക്കി. നിങ്ങൾ ഉമ്മൻചാണ്ടി സാറിനെതിരെ, ചാണ്ടി ഉമ്മനെതിരെ എന്തെല്ലാം ആക്ഷേപങ്ങൾ ചൊരിച്ചു. പക്ഷേ അതൊന്നും നമ്മുടെ മുഖവിലേക്ക് എടുത്ത ജനം മൃഗീയ ഭൂരിപക്ഷത്തിൽ ചാണ്ടി ഉമ്മനെ വിജയിപ്പിച്ചു. അതേ ട്രെൻഡ് തന്നെ ഇപ്പം നിലനിൽക്കുക. ഈ സർക്കാർ അവിടെ നിങ്ങൾ എന്താ പറഞ്ഞത്? CPM പറഞ്ഞ പ്രധാനമായിട്ട് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി വികസനം നടത്തിയില്ല. ജനം സമ്മതിച്ചോ? ഉമ്മൻചാണ്ടി നടത്തിയതുപോലെ വികസനം കേരള സംസ്ഥാനത്ത് ഒരാൾ നടത്തിയിട്ടില്ല. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സൂചനയാണെങ്കിൽ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളും ആയിരിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ 14 സീറ്റ് ഉണ്ടായിരുന്ന UDF-ന് 10 സീറ്റായി ചുരുങ്ങിയല്ലോ. എന്തുകൊണ്ടാണ് ലീഗിന് ജയിക്കാൻ കഴിയുന്നത്? എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ജയിക്കാൻ കഴിയാതിരിക്കുന്നത്? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ നമുക്കറിയാം. അതൊക്കെ സ്ഥാനാർത്ഥിയെ അനുസരിച്ചിരിക്കും. പ്രാദേശികമായ ചില ഘടകങ്ങൾ അനുസരിച്ചായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ യാതൊരു ബന്ധവുമില്ല. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പും മൂന്നാണ്. ഇവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്താ? ഇവിടെ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കൈപൊക്കുന്ന ആളുകൾ, അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഒപ്പം നിൽക്കുന്ന ആളുകൾ ഉണ്ടാവണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് 20 സീറ്റിൽ ഇവിടെ ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കും. പിന്നെ ഇവിടെ CPM-കാരും ഒക്കെ പറയുന്നത് ഞങ്ങൾ ഇന്ത്യ മുന്നണി തന്നെയാണ്, ഞങ്ങളും രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയാണ് കൈപൊക്കുന്നത് എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും വിലപ്പോകില്ല. രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് പാർട്ടിയെയും അല്ലെങ്കിൽ മോശമാക്കായി ചിത്രീകരിക്കുവാൻ, ഇല്ലാതാക്കുവാനാണ് ഇവിടെ CPM-ന്റെ നേതൃത്വം ശ്രമം നടക്കുന്നത്. ഇവിടെ BJP വളർന്നാലും കുഴപ്പമില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണിയും ഇവിടെ ഗതി പിടിക്കരുത് എന്നുള്ള ചിന്തയാണ് ഇവിടുത്തെ കേരളത്തിലെ CPM-നുള്ളത്. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. അതുകൊണ്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ വിഷയങ്ങളൊന്നുമല്ല. ഞാൻ പറഞ്ഞു 7 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദുർഭരണം സുധാകരൻ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പ്രതിപക്ഷ പോകാതെ ശ്രീ VP മുസ്തഫ, ഐ എം വെരി സ്ട്രെയിറ്റ് ഫോർവേഡ്. എവിടെയും ആരുടെ മുമ്പിലും ഞാൻ നേരെ ചൊവ്വേ വാ എന്ന് പറയുന്നയാളാണ്. എനിക്ക് അതിലൊന്നും വളഞ്ഞ ബുദ്ധിയില്ല. നിങ്ങളിങ്ങനെ ഒരു പ്രചരണം കൊടുക്കുന്നത്, അതായത് മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു പ്രചരണം കൊടുക്കുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ളതാണ്. വളച്ചു കെട്ടി ഒരു വിഷയത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് CPM-ആണ്. നികേഷ് കുമാർ, ഇപ്പം നമ്മുടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഈ ജാഥ പത്തനംതിട്ടയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ സജി മഞ്ഞക്കടമ്പൻ പറഞ്ഞത് UDF ഗതി പിടിക്കരുത് എന്ന് ഞങ്ങൾ LDF ആഗ്രഹിക്കുന്നു എന്ന്. സജി മഞ്ഞക്കടമ്പൻ ഞങ്ങളല്ല, നിങ്ങൾ തന്നെയാണ്. ഞാനിപ്പോ എനിക്ക് തോന്നിയാൽ RSS-ലേക്ക് പോകും. ഞാനാണ് കണ്ണൂരിൽ RSS-ന് സംരക്ഷണം കൊടുത്തത്, CPM-കാർ അത് തടഞ്ഞപ്പോൾ എന്ന് പറയുന്ന ആ കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റിന്റെ മാനസികാവസ്ഥ എവിടെ എത്തിയെന്ന് അറിയണമെങ്കിൽ പത്തനംതിട്ടയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന യോഗത്തിന്റെ അധ്യക്ഷൻ അവിടുത്തെ MP ആന്റോ ആന്റണിയാണ്. യോഗാധ്യക്ഷൻ അദ്ദേഹമാണ്. അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് കേട്ടോ നികേഷ് കുമാറെ? സജി മഞ്ഞക്കടമ്പ കേട്ടിട്ടുണ്ടാവില്ല, താങ്കളും കേട്ടാണ്. ഈ ജാഥയുടെ നായകൻ ബഹുമാന്യനായ KPCC പ്രസിഡന്റ് ശ്രീ K സുരേന്ദ്രൻ എന്നാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത്. ആന്റോ ആന്റണിയെ പോലെ പരിണതപ്രജ്ഞനായ ദീർഘകാലമായി കോൺഗ്രസിലുള്ള ഒരു MP-ക്ക് അദ്ദേഹത്തിന്റെ KPCC പ്രസിഡന്റിന്റെ പേര് പറയുമ്പോൾ ടങ് സ്ലിപ്പ് വരുന്നത് യാദൃശ്ചികമാണോ? എന്തുകൊണ്ടത് K സുരേന്ദ്രൻ എന്ന പേര് തന്നെ ആവുന്നു? എന്റെ വേറെ പേരായില്ല? K സുലൈമാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ K സെബാസ്റ്റ്യനോ ഒന്നും ആയില്ല. അതെന്തുകൊണ്ട് K സുരേന്ദ്രൻ എന്ന് തന്നെയായി? സദസ്സിൽ നിന്ന് കൂവൽ ഉയർന്നപ്പോഴാണ് അധ്യക്ഷന് താൻ പറഞ്ഞതിൽ പശക് പറ്റി എന്ന് മനസ്സിലായത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതാണ് അവസ്ഥ. കോൺഗ്രസിന്റെ മാനസികാവസ്ഥ ഇതാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് ഇന്ത്യയിലുടനീളം RSS-ന്റെ ഫാഷിസത്തിന്റെ ഈ തേരോട്ടം നടക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഇന്ത്യ മുന്നണിയെ മുന്നിൽ നിന്ന് നയിക്കേണ്ട കേരളത്തിൽ പോലും കോൺഗ്രസിന്റെ മാനസികാവസ്ഥ എങ്ങനെ എത്തുന്നു എന്ന് താങ്കൾ കാണൂ. അതാണ് പ്രശ്നം. എന്നിട്ട് പ്രശ്നമില്ല എന്ന് VP മുസ്തഫയ്ക്ക് മറുപടിയുമായി സജി മഞ്ഞക്കടമ്പൻ കാത്തിരിക്കുന്നു. അല്ല, ഞാൻ പറഞ്ഞില്ലേ, സ്വാഭാവികമായിട്ടും അവിടെ ഞാൻ കേട്ടില്ല ആൻഡോനെ അങ്ങനെ പ്രസംഗിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഒരു വായ് പശകി പോയതിനെ നമ്മൾ ഇങ്ങനെ ചിത്രീകരിക്കുന്നത്. അദ്ദേഹം ഏതായാലും ഒരിക്കലും സുരേന്ദ്രൻ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചു. ആ പശകി സുരേന്ദ്രൻ എന്ന് പറഞ്ഞു കാണും. അതിനെ ഒന്നും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ചിത്രീകരിച്ചാൽ ഒന്നും ജനം അംഗീകരിക്കില്ല. ഒന്ന് ഞാൻ പറയാം, അങ്ങനെയാണെങ്കിൽ നമ്മുടെ
ഇ.പി. ജയരാജൻ എന്തെല്ലാം തമാശകൾ പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം അബദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മളാരെങ്കിലും അതൊക്കെ ചുമ്മാ ഒരു തമാശയായിട്ട് വേണം, അല്ലെങ്കിൽ ചില ട്രോളൊക്കെ അതിൻ്റെ പേരിൽ ഉണ്ടാകാം. പക്ഷേ അതിനപ്പുറത്ത് ഇ.പി. ജയരാജൻ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി അദ്ദേഹം പറഞ്ഞ മറ്റേ നമ്മുടെ ഒരു സ്പോർട്സ് താരം മരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമൊക്കെ നമ്മൾ അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞ അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ടും മനുഷ്യനുണ്ടാകുന്ന കാര്യമാണ്. അതിനെ നമ്മളങ്ങനെ ചിത്രീകരിക്കുന്നത്. പിന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഇവിടെ കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ തർക്കമുണ്ടായി. ഞാൻ ചോദിക്കട്ടെ, ഇ.പി. ജയരാജനെതിരെ എന്താ പി. ജയരാജൻ പറഞ്ഞ ആരോപണങ്ങൾ? അതിനെക്കുറിച്ച് CPM എന്തേ ഒന്നും മിണ്ടാതിരുന്നത്? അന്വേഷണം എവിടെ വരെ എത്തി? എന്താ അങ്ങനെ പറയാൻ കാരണം? ഇതൊക്കെ CPM മറുപടി പറയണം. CPM നേതൃത്വത്തിനെതിരെ ഇന്ന് ഒളിഞ്ഞും തെളിഞ്ഞും CPM-ന്റെ പ്രവർത്തകരിലും നേതാക്കന്മാരിലും ഒട്ടേറെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് പ്രിയപ്പെട്ട ഞാൻ പറയാം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഭയപ്പെട്ടാണ് ഇവിടുത്തെ CPM-ന്റെ MLA-മാരും ഇവിടുത്തെ CPM-ന്റെ ഭാരവാഹികളൊക്കെ ഇരിക്കുന്നത്. അദ്ദേഹത്തെ കാണുമ്പോൾ മുട്ടുകൂട്ടിയിടിക്കും. അദ്ദേഹം ഏകാധിപതിയാണ്. അദ്ദേഹം തീരുമാനിക്കുന്നതൊക്കെ നടപ്പാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മരുമകനെ അദ്ദേഹം MLA ആക്കി, മന്ത്രിയാക്കി. ഇനി അദ്ദേഹത്തിന്റെ മരുമകനിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാൻ ആഗ്രഹിച്ചിരിക്കുക. ശരി, അതൊക്കെയാണ് ആ തരത്തിൽ പറയാനുള്ളത്. ശ്രീ ജേക്കബ് ജോർജ്, താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് താങ്കൾ അത് കേട്ടിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ട് ഒന്നുകൂടി ഞാനത് കേൾപ്പിക്കാം. ഒന്ന് വിളിച്ചോക്കപ്പോ എവിടെയുള്ളത് പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു മോശമാണ്. ശ്രീ ജേക്കബ് ജോർജ്, KPCC പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ പാർലമെന്ററി പാർട്ടി നേതാവിനെ ഈ നിലയിൽ വിശേഷിപ്പിച്ചതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഭാഷാപ്രയോഗവും ശൈലീപ്രയോഗവും ഒക്കെ വിമർശന വിധേയമായിട്ടുള്ളത് ലീഗിനാണ് അതിലേറ്റവും പ്രശ്നം. അതുകൊണ്ടാണ് ഇപ്പോൾ ലീഗിൻ്റെ 3-ാം സീറ്റ് ചർച്ചയിൽ കെ സുധാകരൻ്റെ പരാമർശം തൊട്ടു മുന്നിൽ വരുമ്പോൾ ലീഗ് കുറച്ചുകൂടി ഒരു കാലുഷ്യം കാണിക്കുമോ എന്നുള്ള സംശയം വരുന്നത്. നികേഷേ, ലീഗിനെ വളരെ സമർത്ഥമായിട്ടും വളരെ ആത്മാർത്ഥമായിട്ടും കൈകാര്യം ചെയ്യാൻ കോൺഗ്രസ്സിന് ബാധ്യതയുണ്ട്. യാതൊരു സംശയമില്ല. അത് കെ സുധാകരനാണെങ്കിലും പ്രതിപക്ഷ നേതാവ് VD സതീശനാണെങ്കിലും മറ്റെല്ലാ ഹൈക്കമാൻഡും ഒക്കെ ആണെങ്കിലും അത് വളരെ വിദഗ്ധമായിട്ടും സൗമ്യമായിട്ടും കൈകാര്യം ചെയ്യണം. ലീഗിൻ്റെ ആവശ്യം ഞാൻ പറഞ്ഞുവല്ലോ, ലീഗിൻ്റെ ആവശ്യം ലീഗിൻ്റെ ഒരു സീറ്റല്ല. കോൺഗ്രസ് ഒരു മുസൽമാനെ നിർത്തുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം മുസ്ലിം സമുദായത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന അസംതൃപ്തി, ആ സാഹചര്യം മുസ്ലിം സംഘടനകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന പരിഭ്രാന്തി, മുസ്ലിം സമുദായത്തിന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ. അതോർക്കണം നികേഷ്. ആ ഒരു സാഹചര്യം ഒഴിവാക്കണം എന്നാണ് ലീഗിൻ്റെ ആവശ്യം. ഇന്നിപ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ ആ സീറ്റിൻ്റെ കണ്ണുവെച്ചേക്കുന്നത് ആരൊക്കെയാണെന്നറിയാമോ? KC വേണുഗോപാൽ, വയനാട് ജില്ലാ DCC പ്രസിഡന്റ് VS ജോയ്, അങ്ങനെയുള്ളവരൊക്കെയാണ്. അവിടെ KP നൗഷദ് അലിക്കോ സിദ്ദിഖ് പന്തല്ലൂരിനോ ആര്യടൻ ഷൗക്കത്തിനോ എത്രയോ പേരുണ്ട്, നല്ല നേതാക്കന്മാർ, ചെറുപ്പക്കാരായ നേതാക്കന്മാർ. നൗഷദ് അലി കോൺഗ്രസിൻ്റെ കരുത്തനായ വളരെ സംഘടനാ പാഠവുമുള്ള നേതാവാണ്. സിദ്ദിഖും അതുപോലെ തന്നെ നല്ല മിടുക്കനാണ്. ആര്യടൻ ഷൗക്കത്ത് എനിക്ക് നേരിട്ടറിയാവുന്ന ആളാണ്. ആര്യടൻ്റെ മകനെന്ന നിലയ്ക്ക് വളരെ ശക്തനായ പ്രവർത്തകനാണ്, വളരെ സൗമ്യനുമാണ്. മുസ്ലിം സമുദായത്തിന് നല്ല പൊതുസമൂഹത്തിന് ഇഷ്ടപ്പെടുന്നവരാണ് ഇവരൊക്കെ. അതുകൊണ്ടാണല്ലോ അവർ മുസ്ലിം ലീഗ് ചേരാതെ നിന്നത്. അവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ മുസ്ലിം ലീഗ് അവർക്ക് ചെറുപ്പക്കാരാണ് കേട്ടോ നികേഷ്. അവരൊന്നും ലീഗിലേക്ക് പോയില്ലല്ലോ, അവരൊന്നും സമുദായ പാർട്ടിയിൽ ചേർന്നില്ലല്ലോ. അവർ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന് ദേശീയ മുസൽമാൻ എന്ന പഴയ ഒരു പേരുണ്ടല്ലോ, ആ പേരിനെ അന്വർത്ഥമാക്കിയിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അബ്ദുറഹ്മാൻ്റെയും മൊയ്തു മൗലവിയുടെയും ഏറ്റവും ഒടുവിൽ വയനാട്ടിലെ ആര്യടൻ മുഹമ്മദിൻ്റെയും ഒക്കെ കാൽപ്പാടുകൾ തുടർന്നുകൊണ്ട് ജീവിക്കുന്നവരാണ്. അവരെയാണ് ഇന്ന് കോൺഗ്രസ് അകറ്റി നിർത്തുന്നത്. ലോക്സഭാ സീറ്റ് ഒരെണ്ണം പോലും കൊടുക്കാതെ. അതാണ് മുസ്ലിം ലീഗിനെ വിഷമിപ്പിക്കുന്നത്. അത് ലീഗിൻ്റെ പ്രശ്നം മാത്രമല്ല, അതിന്ന് മുസ്ലിം സമൂഹത്തിൻ്റെ മുഴുക്കൻ പ്രശ്നമായിരിക്കുന്നു. അതിന് വലിയൊരു ഉത്തരവാദിത്വം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്.
VP മുസ്തഫ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മുസ്ലിം ലീഗുമായുള്ള പ്രശ്നത്തിൽ ഏതെങ്കിലും ഒരു കാര്യം, അതായത് ഒന്നുകിൽ കോഴിക്കോട് സീറ്റ് അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ്, നേരത്തെ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാണിച്ചു, അവിടെ MK രാഘവൻ എന്ന ശക്തനെ മാറ്റി നിർത്തി ഒരുപക്ഷെ തീരുമാനമെടുക്കാനൊന്നും കോൺഗ്രസിന് സാധിച്ചേക്കില്ല. പക്ഷേ രാജ്യസഭാ സീറ്റ് അത് ജൂലൈയിൽ ഒഴിവ് വരുന്ന സീറ്റാണ്. ലീഗിന് അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് പാർലമെൻറ്റിൽ ഏതെങ്കിലും തരത്തിൽ ഇക്വേഷനിൽ വ്യത്യാസം വരുന്നില്ല. കോൺഗ്രസ് എടുക്കുന്ന നിലപാടോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മതേതര നിലപാടോ എടുക്കാൻ പ്രാപ്തിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ന് മുസ്ലിം ലീഗ് എന്ന് നമുക്കറിയാം. അതുകൊണ്ടത് രാജ്യസഭാ സീറ്റിൽ തീർന്നേക്കുമായിരിക്കും. ചിലപ്പോൾ നാളെ തീരണമെന്നില്ല. ഞങ്ങൾ ഹൈക്കമാൻഡിൻ്റെ ഒരു അന്തിമമായ സമ്മതം കൂടി വാങ്ങിയതിന് ശേഷം അക്കാര്യത്തിൽ തീർപ്പേൽപ്പിക്കാം, ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന നിലപാട് നാളെ എടുത്താൽ തന്നെ ലീഗ് തൃപ്തരാകും. അങ്ങനെയാണെങ്കിൽ വീണ്ടും സമാധാനപരമായി UDF മുന്നോട്ട് പോകും. മാത്രമല്ല ഇന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞത് 3-ാം സീറ്റ് ചോദിച്ചു എന്നതിൽ തെറ്റില്ല, പരസ്പരം വിട്ടുവീഴ്ച ചെയ്താലേ മുന്നണി മുന്നോട്ട് പോകൂ, മുന്നണി രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ VPയോട് ചോദിച്ചത്, നിങ്ങൾ വെള്ളം വെച്ചിരിക്കുകയാണോ എന്ന്. എങ്കിൽ വാങ്ങി വെക്കാൻ സമയമായി. അല്ലെ, കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെയൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യും, മുട്ടിലിടയും എന്ന് നമ്മൾ കണ്ടതാണല്ലോ. 5-ാം മന്ത്രി വിവാദം നമ്മുടെ മുന്നിലുണ്ടല്ലോ. അത് കേരളത്തിന്റെ സാമൂഹിക പരിസരത്ത് സാമുദായിക സമന്വയത്തിനൊക്കെ ഏൽപ്പിച്ച പരിക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നല്ലതുപോലെ അറിയാവുന്ന നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ? നിങ്ങളിപ്പോൾ പറയുന്നു കോൺഗ്രസ് മുട്ടിലിഴയുമെന്ന് ഞങ്ങൾക്കറിയാമെന്ന്. ഇന്ന് P. രാജീവ് മന്ത്രി പറയുന്നത് ലീഗ് ഭിക്ഷാം ദേഹിയെ പോലെ കോൺഗ്രസിന്റെ പിന്നാലെ നടക്കുന്നു എന്ന്. എവിടെയെങ്കിലും ഒന്ന് നിൽക്കൂ. ലീഗിന്റെ കൂടെയാണോ കോൺഗ്രസിന്റെ കൂടെയാണോ ഈ വിഷയത്തിൽ? അല്ല, ഞങ്ങൾ ലീഗിന്റെയും കോൺഗ്രസിന്റെയും കൂടെയല്ല. അതില് താങ്കൾ ചോദിച്ച ചോദ്യത്തിലെ 2-ാം ഭാഗത്തിലേക്ക് ഞാൻ വരികയാണ്. കാരണം നമ്മളിൽ പലരുടെയും ഒരു ധാരണ കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ മലപ്പുറം മുതൽ ഇങ്ങോട്ട് ഈ മുസ്ലിം വോട്ടുകളുടെ എന്തോ ഒരു കുത്തക തന്നെ ലീഗിനുണ്ട് എന്നാണ്. അത് ശരിയല്ല. കാരണം ഇപ്പോൾ 2023-ൽ മുസ്ലിം ലീഗിന്റെ ഒരു മെമ്പർഷിപ്പ് പ്രവർത്തനം നടന്നിട്ടുണ്ട്. അവരതിന്റെ കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. സാദിഖ് അലി തങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടത്. അതനുസരിച്ച് മലപ്പുറം ജില്ലയിൽ എന്ന് പറഞ്ഞാൽ മൊത്തം ജനസംഖ്യയിൽ ഏതാണ്ട് 37-38 ലക്ഷം മുസ്ലിം ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയിൽ ലീഗിൽ അംഗത്വം എടുത്തവരുടെ എണ്ണം 7 ലക്ഷമാണ് നികേഷേ. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആകെ ലീഗിന്റെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ മെമ്പർഷിപ്പ് പോലെ കാഡർ മെമ്പർഷിപ്പ് അല്ലല്ലോ, മാസ് മെമ്പർഷിപ്പാണ്. ഇത്തവണയാണെങ്കിൽ 2023-ലാണെങ്കിൽ അവര് സ്ത്രീകൾക്കുൾപ്പെടെ മെമ്പർഷിപ്പ് കൊടുത്തു. അങ്ങനെ മുസ്ലിം ആണും പെണ്ണും എല്ലാം ഉൾപ്പെടെ 38 ലക്ഷം മുസ്ലിം ജനസംഖ്യയുള്ള മലപ്പുറത്ത് ലീഗിന്റെ വലിയ സ്വാധീനമുള്ള ജില്ലയിൽ 7 ലക്ഷം പേർ മാത്രമാണ് ലീഗിന്റെ അംഗത്വം എടുത്തിട്ടുള്ളത്. അവിടെ നിങ്ങൾ കാണണം, കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇടതുപക്ഷത്തിന്റെ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. തവനൂര് സ്ഥിരമായിട്ട് CPIM ഇടതുപക്ഷം ജയിച്ചു വരുന്നു. പൊന്നാനി ഇടതുപക്ഷം സ്ഥിരമായിട്ട് ജയിച്ചു വരുന്നു. താനൂർ ഇപ്പോൾ 2 തവണ ഇടതുപക്ഷം ജയിച്ചു വരുന്നു. നിലമ്പൂർ നേരത്തെ ആര്യാടന്റെ കുത്തകയായിരുന്ന മണ്ഡലത്തിൽ ഇപ്പോൾ 3 തവണ തുടർച്ചയായിട്ട് PV അൻവർ ജയിച്ചു വരുന്നു. ഇങ്ങനെ ആകെയുള്ള 7-8 സീറ്റിൽ ഈ പറഞ്ഞതുപോലെ 4-5 സീറ്റുകളിലൊക്കെ ഇടതുപക്ഷം ജയിക്കുന്ന സ്ഥിതി വന്നിരിക്കുന്നു. 2004-ൽ മലപ്പുറം ലോക്സഭാ സീറ്റിൽ തന്നെ അട്ടിമറി വിജയം നേടാൻ വേണ്ടി കഴിഞ്ഞു. അതുകൊണ്ട് ഇത് നമ്മുടെ മുന്നിലുള്ള ഒരു വലിയ വസ്തുതയാണ്. പഴയതുപോലെ നമ്മൾ കരുതുന്ന പോലെ ലീഗിൽ ഒരു കാലത്തുണ്ടായിരുന്നത് പോലെ മുസ്ലിം വോട്ടിലാകെ ഇന്നിപ്പോ വലിയ സ്വാധീനം അവർക്കില്ല. അവർക്ക് അവരുടെ പാർട്ടിയിൽ അണിനിരത്താൻ പോലും കഴിയുന്നില്ല മലപ്പുറത്ത് എന്നുള്ളതാണ്. ആകെ ജനസംഖ്യയുടെ ഒരു 19% മാത്രമാണ് അവരുടെ മെമ്പർഷിപ്പ് എടുക്കാൻ പോലും അവർ വലിയ നിലയിൽ തയ്യാറെടുപ്പ് നടത്തിയിട്ടാ 2023-ൽ അവരുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തിയത്. അപ്പൊ ഇത് നമ്മുടെ മുന്നിലുള്ള ഒരു വസ്തുതയാണ്. അതുകൊണ്ടാണ് ഈ സുപ്രഭാതം പോലെ ഉള്ള പത്രങ്ങൾ അതിന്റെ ഉടമസ്ഥരായിട്ടുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ EK വിഭാഗം ഇവരൊക്കെ എന്തുകൊണ്ടാ പഴയതുപോലെ ലീഗിന്റെ തിട്ടൂരങ്ങൾക്ക് മാത്രമായിട്ട് നിൽക്കാത്തത്? എന്തുകൊണ്ടാ കടുത്ത നിലയിൽ ലീഗിന്റെ പല നടപടികളോടുമുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത്? ഇവിടെ ഇപ്പോ CPIM-ന്റെ നേതൃത്വത്തിൽ ദേശീയ വിഷയങ്ങളിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി ഏക സിവിൽ കോഡ് വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ പാലസ്തീനെതിരെ നടക്കുന്ന എന്താ താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്? എന്റെ ചോദ്യം എന്ന് പറയുന്നത് ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി അവസാനിക്കുമെന്നുള്ളതാണ്. അതിനുള്ള സൂചനകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ലീഗിന് 4 സീറ്റിന്
യോഗ്യതയില്ല എന്ന നിലപാട് നിങ്ങൾക്ക് പോലും ഉണ്ടാകാൻ പാടില്ല. കാരണം ലീഗിനേക്കാൾ ചെറിയ പാർട്ടിയായിട്ടുള്ള CPIക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 4 സീറ്റ് നൽകുന്നുണ്ടല്ലോ, ലോക്സഭാ സീറ്റ് തന്നെ നൽകുന്നുണ്ടല്ലോ, വേറെ രാജ്യസഭാ സീറ്റും. അപ്പോൾ രാജ്യസഭയും ലോക്സഭയും ചേർത്ത് 4 സീറ്റ് നൽകാൻ പോവുകയാണ് നാളത്തെ യോഗത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മോഹം ഉണ്ടെങ്കിൽ ആ മോഹം മാറ്റിവെച്ചേക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. ലീഗിനേക്കാൾ ചെറിയ പാർട്ടിയാണ് CPI എന്ന അഭിപ്രായം CPIM-നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇല്ല. താങ്കൾക്ക് തന്നെ അറിയാവുന്ന പോലെ തിരുവനന്തപുരം മുതൽ മഞ്ചേശ്വരം വരെ സാമാന്യം എല്ലായിടത്തും കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്വാധീനമുള്ള ഘടകങ്ങളുള്ള ഒരു പാർട്ടിയാണ് CPI. അതുകൊണ്ട് ലീഗിനെയും CPI-യെയും ശാക്തിക ഫലാഫലം വെച്ചിട്ട് താരതമ്യം ചെയ്യാനൊന്നും പറ്റില്ല. ലീഗിന്റെ പ്രവർത്തനം എങ്ങനെയാണ് ചിലയിടത്ത് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ഒരു സ്വഭാവം കൊണ്ട് അങ്ങനെ തന്നെ നിൽക്കുന്നതാണ്. പക്ഷെ ലീഗിന് ഈ പറഞ്ഞതുപോലെ അത് അവരുടെ ന്യായമായിട്ടുള്ള കാര്യമാണ്, ഞങ്ങൾക്കതിൽ തർക്കമില്ല. കാരണം കോൺഗ്രസിനകത്ത് അല്ലെങ്കിൽ UDF-നകത്തൊക്കെ എടുക്കുന്ന ഒരു രീതിശാസ്ത്രം അനുസരിച്ചാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ മേജർ പാർട്ട്ണർ എന്നുള്ള നിലയിൽ ഇന്നലത്തെ തദ്ദേശ സ്വയംഭരണ ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കണ്ടതുപോലെ UDF-ന്റെ ഒരു പ്രധാനപ്പെട്ട മേജർ പാർട്ട്ണർ എന്നുള്ള നിലയിൽ ലീഗിന് പരിഗണന കിട്ടേണ്ടതാണ്. എന്തുകൊണ്ടാണ് കിട്ടാത്തത്? കോൺഗ്രസിന് ഇപ്പോഴും ലീഗിനോട് പഴയ സമീപനം നിൽക്കുകയാ. അവരുടെ ഉള്ളിൽ പണ്ഡിറ്റ് നെഹ്റു ലീഗിനെ വിളിച്ച് ആക്ഷേപം നിൽക്കുകയാ, ലീഗ് ചത്ത കുതിരയാണ് എന്നുള്ളത്. അപ്പൊ ആ നിലപാട് ഒരു ഭാഗത്ത് അവരെ ടാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു മനോഭാവം ഉള്ളത് കൊണ്ടാണ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക്, കേരളത്തിൽ ചിലപ്പോൾ നിയമസഭയിലേക്ക് 10-20 സീറ്റ് കൊടുക്കും. എന്നാൽ ദേശീയ തലത്തിൽ ലീഗിന്റെ ഒരു വലിയ സാന്നിധ്യം ഉണ്ടാകാൻ കോൺഗ്രസ് ആഗ്രഹിക്കാത്തത് ദേശീയ രാഷ്ട്രീയത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷേ നിർഭാഗ്യവശാല് കോൺഗ്രസും ലീഗും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് അവരോട് ചോദിക്കാനാകുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യം. കാരണം കോൺഗ്രസ് എന്തുകൊണ്ട് മുസ്ലിം ലീഗിന് ഇവിടെ 25 സീറ്റ് നൽകുന്നു, എന്നാൽ അതിനാനുപാതികമായ സീറ്റ് ലോക്സഭയിലേക്ക് നൽകുന്നില്ല, രാജ്യസഭയിലേക്ക് നൽകുന്നില്ല എന്നുള്ളതാണ്. അത് കോൺഗ്രസ് മുസ്ലിം ലീഗ് പാർലമെൻറ്റിലേക്ക് പോകരുത്, മുസ്ലിം താല്പര്യങ്ങൾ പാർലമെൻറ്റിൽ ഉന്നയിക്കരുത് എന്നുള്ളത് കൊണ്ടാണോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം അവിടെ ഉണ്ട്. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഏറ്റവും പ്രധാനമായും കോൺഗ്രസ് നാളെ ഒരു രാജ്യസഭാ സീറ്റ് കൊടുത്ത് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, മുമ്പ് കെ മാണിയുടെ പാർട്ടി കേരള കോൺഗ്രസ് എം മുന്നണി വിട്ടുപോയത് ഈ നിലയിലുള്ള ഒരു ഈഗോ ക്ലാഷിൻ്റെ പുറത്തായിരുന്നു. അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വീഴ്ച പറ്റിയെന്ന വിലയിരുത്തലാണ് ഇന്നും ആ പാർട്ടിക്കുള്ളത്. അതുകൊണ്ടാണല്ലോ തിരികെ വിളിക്കുന്നത്. അത് ലീഗിൻ്റെ കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് UDF-ന്റെ നല്ല നിലയിലുള്ള മുന്നോട്ട് പോക്കിന് ആവശ്യമല്ലേ ശ്രീ സജി മഞ്ഞക്കടമ്പൻ? അല്ല, UDF-ന്റെ ഇപ്പം നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം തെറ്റുണ്ട്. കേരള കോൺഗ്രസിനെ ഒരിക്കലും കോൺഗ്രസ് പാർട്ടി UDF-ൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞാൽ ഞാനതൊരിക്കലും അംഗീകരിക്കില്ല. ഞങ്ങളൊക്കെ കേരള കോൺഗ്രസ്സുകാരാണല്ലോ, മാണി സാറിനൊപ്പം പ്രവർത്തിച്ച ആളുകളാണ്. ഞങ്ങൾക്കൊക്കെ അറിയാം, നികേഷ് കുമാറിനേക്കാൾ കൃത്യമായി മാണി സാറിനൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ആളുകൾ എന്താണ് കേരള കോൺഗ്രസിൽ നടന്നത്, എന്തുകൊണ്ടാണ് കേരള കോൺഗ്രസ് ചരൽക്കുന്ന് ക്യാമ്പിൽ വെച്ച് മുന്നണി വിടാൻ തീരുമാനമെടുത്തതെന്നൊക്കെ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഏതായാലും അങ്ങനെ തീരുമാനമെടുത്തപ്പോൾ ബഹുമാനായ PJ ജോസഫ് സാറും CF തോമസ് സാറും അടക്കമുള്ള കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഒരു കാരണവശാലും മുന്നണി വിട്ടു പോകാൻ പാടില്ല എന്നുള്ള ശക്തമായ നിലപാടെടുത്തത് കൊണ്ട് വീണ്ടും മുന്നണിയിലേക്ക് UDF-ലേക്ക് തിരിച്ചു വരികയാണ് ഉണ്ടായത്. അതിനുശേഷം എപ്പോഴാണ് അന്നും ആരാണ് മുന്നണി വിടാൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ ആഗ്രഹിച്ചതെന്ന് ചോദിച്ചാൽ ജോസ് കെ മാണിയായിരുന്നു. അദ്ദേഹത്തിന് എന്തോ താല്പര്യം അന്നേ ഉണ്ടായിരുന്നു. ആ താല്പര്യത്തിന് വിരുദ്ധമായി മാണി സാറ് ഭൂരിപക്ഷം വരുന്ന നേതാക്കളുടെ വലിയ പാർട്ടിയായി കേരള കോൺഗ്രസ് മാറിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഞാൻ പറഞ്ഞ കേരള കോൺഗ്രസ് എം മാറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ആ ട്രെൻഡിൽ CPM മത്സരിക്കുന്ന ചില സീറ്റുകളിൽ കൂടി അവർ മത്സരിച്ചു. അവർ 4-5 MLA-മാർ ഉണ്ടായി എന്നതിനപ്പുറത്ത് അവരെവിടെയോ വളർന്നത്. അവർ വളർന്നെങ്കിൽ പാലായിൽ വളർന്നുമായിരുന്നു. പാലായിൽ വിജയിച്ചിരുന്നുവെങ്കിൽ കേരള കോൺഗ്രസ് എം വളർന്നു എന്ന് പറയാമായിരുന്നു. കടുത്തുരുത്തിയിൽ വിജയിച്ചിരുന്നെങ്കിൽ കേരള കോൺഗ്രസ് എം വളർന്നു എന്ന് പറയാമായിരുന്നു. ഇവിടെ CPM-ന്റെ തണലിൽ കടുത്തുരുത്തിയിലും പാലായിലും ഞങ്ങളാണല്ലോ UDF ആണല്ലോ ജയിച്ചത്. കടുത്തുരുത്തിയിൽ കേരള കോൺഗ്രസ് ഞങ്ങളുടെ പാർട്ടിയാണല്ലോ ജയിച്ചത്. കേരള കോൺഗ്രസ് ആണ്, പക്ഷേ പാലായിൽ കേരള കോൺഗ്രസ് ആണ് ജയിച്ചത്. വലിയ പാർട്ടിയായി അല്ല, പൂർത്തിയാക്കട്ടെ സജി മഞ്ഞക്കടമ്പൻ പൂർത്തിയാക്കട്ടെ. ഞാൻ പറയട്ടെ പാലായിൽ കേരള കോൺഗ്രസിന്റെ സീറ്റിൽ ഞങ്ങളുടെ വാണി ശ്രീകാപ്പൻ, അത് കേരള കോൺഗ്രസ് UDF നേതാവാണ്. അദ്ദേഹം DC-യുടെ നേതാവാണ്. അദ്ദേഹം കേരള കോൺഗ്രസും എല്ലാം ഉൾപ്പെട്ട അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാം കൂടെ നേതാവാണ് അദ്ദേഹം. അപ്പോൾ അത് കേരള കോൺഗ്രസ് ഞങ്ങൾക്കൊക്കെ അതിനകത്ത് വലിയ ഞങ്ങൾ ആ വിജയത്തിൽ ഞങ്ങൾക്കൊക്കെ അതിനകത്ത് അവകാശമുള്ള ആളുണ്ട്. അതാ ഞാൻ പറഞ്ഞുള്ളൂ.
അപ്പം മറ്റൊരു കാര്യം പറയട്ടെ, ഇവിടെ ഏതായാലും കേരള കോൺഗ്രസ് എം ഇന്ന് വലിയ പാർട്ടിയാണോ ഇല്ലയോ നമുക്ക് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം. ഇവിടെ കഴിഞ്ഞ ദിവസം അവരുടെ സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ പറഞ്ഞു 2 ചിഹ്നവുമായി ഭയങ്കര വൈകാരിക ബന്ധമുള്ളതുകൊണ്ട് ഞാൻ വിജയിക്കും. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ 2 ചിഹ്നവുമായിട്ട് വൈകാരിക ബന്ധമുണ്ടെങ്കിൽ പാലായിൽ കാണണമായിരുന്നു, അത് കടുത്തുരുത്തിയിൽ കാണണമായിരുന്നു. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, ചാഴികാടൻ പറഞ്ഞു, ഞാൻ മാണിസാർ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയാണ്. നികേഷ് കുമാറെ, മാണിസാർ UDF കാരനായിരുന്നു, അദ്ദേഹം UDF കാരനായിട്ടാണ് മരിച്ചത്, അദ്ദേഹത്തെ അടക്കിയത് UDF കാരനായിട്ടാണ്. അദ്ദേഹം തോമസ് ചാഴികാടനെ പ്രഖ്യാപിച്ചത് UDF സ്ഥാനാർത്ഥിയായിട്ടാണ്. അല്ലെ, ആത്മകഥ മാണിസാർ മരിച്ചതിന് ശേഷം ചിലരുണ്ടാക്കിയ കഥയാണ് ആത്മകഥയായിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. മാണിസാർ ആത്മകഥയും എഴുതാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ എഴുതിയില്ല. എഴുതാൻ ആരംഭിക്കുന്നതിന് മുമ്പ് മാണിസാർ അല്ലെങ്കിൽ ആരോഗ്യം പോയി അദ്ദേഹം ആശുപത്രിയിൽ അദ്ദേഹം മരണപ്പെടുകയുണ്ടായത്. ഈ ആത്മകഥയെക്കുറിച്ച് പണ്ട് നമ്മുടെ ബാർക്കോഴ അന്വേഷണ റിപ്പോർട്ട് എല്ലാം ഉണ്ടാക്കി എന്ന് പറഞ്ഞതുപോലെയുള്ള ആത്മകഥയാണിത്. ആരോപണത്തിന് ശേഷം പാർട്ടിയുടെ ഒരു കമ്മിറ്റി അക്കാര്യം പഠിക്കുകയും അതിലൊരു ഗൂഢാലോചന സിദ്ധാന്തം അവതരിപ്പിക്കുകയും ചെയ്തല്ലോ. അത് തന്നെയാണ് ആത്മകഥയിലും വന്നിട്ടുള്ളത്. അല്ല, അതിനെക്കുറിച്ച് അന്ന് CF തോമസ് സാറും അറക്കൽ ബാലകൃഷ്ണപിള്ള അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ആന്റണി രാജു അടക്കം അതിനെ തള്ളി പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു റിപ്പോർട്ട് ഇല്ലായിരുന്നു. അത് നമ്മൾ പിന്നോട്ട് പോയാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ശ്രീ ജേക്കബ് ജോർജ് പൂർത്തിയാക്കാൻ പോയതുപോലെ ലീഗ് കൂടി പോവുക എന്ന് പറയുമ്പോൾ UDF ഇല്ലാതാവുക എന്നുള്ളത് കൂടിയാണ്. നമുക്ക് ആർക്കും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കേരളത്തിൽ UDF-ഉം LDF-ഉം തുല്യ ശക്തികളായി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അക്കാര്യം, അപ്പോൾ ലീഗ് കോൺഗ്രസുമായി പരമാവധി ഒത്തുചേർന്ന് മുന്നോട്ട് പോകട്ടെ എന്നല്ലേ ആഗ്രഹിക്കാനാകൂ? അതെ, തീർച്ചയായിട്ടും അതാണ് അഭികാമ്യം. സജീവ മഞ്ഞക്കടമ്പൻ പറഞ്ഞത് സജി ശരി. ആട്ട് സജി വരട്ടെ, നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് കിടക്കുകയല്ലേ, വരട്ടെ ചർച്ച. സജി മഞ്ഞക്കടമ്പൻ, ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. അങ്ങ് പറഞ്ഞല്ലോ മാണിസാറിൻ്റെ കാര്യം, മാണിസാറിൻ്റെ ആത്മകഥ, മാണിസാർ എഴുതിയതല്ല ആ കഥ എന്നൊക്കെ. മാണിസാർ രോഗക്കിടക്കയിൽ ആശുപത്രി കിടന്നപ്പോൾ സജി മഞ്ഞക്കടമ്പൻ അറിയാമോ, അന്ന് CPM മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രിയിൽ ചെന്ന് KM മാണിയെ കണ്ട കാര്യം അറിയാമോ സജീവ് മഞ്ഞക്കടമ്പൻ? അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ ചിലർക്ക് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ മരണശേഷം, മാണിസാറിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകനെയും പാർട്ടിയെയും അവർ ചവിട്ടും. അങ്ങനെ ചവിട്ടിയാൽ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നൊരു സൂചന മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്തു. തന്ത്രമാണ്, അതേ തന്ത്രമാണ് ഇന്നിപ്പോൾ പൊന്നാനിയിൽ KS ഹംസ എവിടെയായിരുന്നു, ഇന്നെവിടെയാണെന്നറിയാമല്ലോ, സ്ഥാനാർത്ഥിയാണ്. ഹംസ ലോക്സഭാ സ്ഥാനാർത്ഥിയാണ്. KS ഹംസ അദ്ദേഹം നന്നായിട്ട് പ്രസംഗിക്കുന്നയാളാണ്. അദ്ദേഹം എന്തൊക്കെയാണ് പ്രസംഗിച്ചതെന്ന് ഇന്നലെ നമ്മുടെ ചർച്ചയിലൊക്കെ പറഞ്ഞതാണല്ലോ നികേഷ്. തന്ത്രങ്ങൾ പണ്ട് MI ഷാനവാസ്, ആര്യാടൻ മുഹമ്മദ്, ഇവരുടെയൊക്കെ വലിയ കൂട്ടായിരുന്നു ഞാൻ. K കരുണാകരൻ, അവരുടെ കൂടെ ഇരിക്കുമ്പോഴറിയാം ഓരോ തന്ത്രങ്ങളും ഉണ്ടാകുന്നത്. അത് ഇന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് അങ്ങനെ തന്ത്രങ്ങൾ ഉണ്ടാക്കാൻ കഴിയാതെ വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ലീഗ് ഇപ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞു നിൽക്കുന്നത്. ഇടത്തോട്ട് തിരിഞ്ഞു എന്നുള്ളത് ഞാൻ ഭംഗ്യന്തരേണ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പുറംതിരിഞ്ഞു നിൽക്കുന്നത് എന്നുള്ളതായിരിക്കും നല്ല പ്രയോഗം. അവിടെയാണ് പ്രധാനപ്പെട്ട വിഷയം. ലീഗിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ UDF-ഉമായി ചേർന്ന് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല. അല്ല, ഞാൻ പറയുന്നത് ലീഗ് വിട്ടുപോവുകയില്ല എന്ന് തന്നെയാണ് സജീവ് മഞ്ഞക്കടമ്പനോടൊപ്പം ഞാനും ചിന്തിക്കുന്നത്. കാരണം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു സമവാക്യമുണ്ട്. ആ സമവാക്യം അപ്പാടെ തെറ്റും ലീഗ് പോയാൽ. അങ്ങനെ ഒരു സമവാക്യം തെറ്റാൻ ലീഗ് സമ്മതിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ലീഗ് അതിന് തയ്യാറാവുകയില്ല. പക്ഷേ ലീഗിന് സമ്മർദ്ദം ചെലുത്താനുള്ള ശേഷിയുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾക്ക് സബ്സ്റ്റൻസ് ഉണ്ട്. അവർ പറയുന്ന കാര്യങ്ങളിൽ അവർ ഉറച്ചു നിൽക്കും.
അതാണ് നാളെയോ മറ്റന്നാളോ നമുക്ക് കാണാവുന്നത്. എനിക്ക് തോന്നുന്നു കേരള കോൺഗ്രസ് സജീവ മഞ്ഞക്കടമ്പ് പറഞ്ഞല്ലോ, അവരെ ആരും ഒളിച്ചു വിട്ടില്ല എന്ന്. നമുക്കൊക്കെ അറിയാമല്ലോ ഇരിക്കേഷൻ, നമ്മളൊക്കെ എത്രയോ തവണ ചർച്ച ചെയ്തതാ. അതിന്റെ വെർബാറ്റീമായിട്ടുള്ള കാര്യങ്ങൾ വരെ ബെന്നി ബെഹനാൻ പറഞ്ഞത്, പിന്നീട് രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തത് ഒക്കെ തന്നെയാണ് അവരെ അപ്പുറത്തേക്ക് എത്തിച്ചത്. അതൊന്നും പറയണ്ട, അത് ലോകോത്തര മണ്ടത്തരമായിരുന്നു, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. എത്തിച്ചത് മണ്ടത്തരമായിരുന്നു. അത് ഇന്നും അവർ സമ്മതിക്കുന്നില്ലായിരിക്കാം. പക്ഷേ അത് ആ ഒരു മണ്ടത്തരം ഒരിക്കലേ നടത്താവൂ, മണ്ടത്തരം ഒരിക്കലേ പറ്റാവൂ. അതേ മണ്ടത്തരം വീണ്ടും ആവർത്തിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതേ ഫലമായിരിക്കും വീണ്ടും ഉണ്ടാവുക എന്നത് എല്ലാ രാഷ്ട്രീയക്കാരും മനസ്സിലാക്കേണ്ട കാര്യം കൂടിയാണ്. താങ്കൾക്ക് എന്തോ പറയാനുണ്ട്? 30 സെക്കൻഡ്. അല്ല, ശ്രീ സജി മഞ്ഞക്കടമ്പൻ ഈ ഇടതുപക്ഷത്തേക്കുള്ള കേരള കോൺഗ്രസിന്റെ വരവ് എന്തോ മഹാ അപരാധം പോലെ പറയുകയാണ്. അദ്ദേഹം ഇപ്പോൾ വലിയ നേതാവായി കൊണ്ടു നടക്കുന്ന PJ ജോസഫ് നായനാർ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു, ഇടതുപക്ഷത്തിന്റെ കൂടെ ഉണ്ടായിരുന്നയാളാ. PJ ജോസഫ് ഒന്നും ഇടതുപക്ഷത്തെ തൊട്ടുകൂടായ്മ പ്രഖ്യാപിച്ചയാളൊന്നുമല്ല, കുറെ കാലം ഇടതുപക്ഷത്തിന്റെ കൂടെ തന്നെ നിന്നിട്ടുള്ളയാളാണ്. അതുകൊണ്ട് ലീഗ്, മുസ്ലിം ലീഗ് 67 മുതൽ ഇടതുപക്ഷത്തിന്റെ കൂടെ 84 വരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളാണ്. തീർച്ചയായിട്ടും നാളത്തെ ചർച്ചയോടുകൂടി ഒരു പുതിയ ധ്രുവീകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വളരെ നന്ദി ശ്രീ VPP മുസ്തഫ. ഒപ്പം തന്നെ സജി മഞ്ഞക്കടമ്പൻ, ജേക്കബ് ജോർജ്. പുതിയൊരു ധ്രുവീകരണം നാളത്തെ ചർച്ചയോടുകൂടി ഉണ്ടാകും എന്നാണ് VPP മുസ്തഫ CPM പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയിലാണ് ഉഭയകക്ഷി ചർച്ച, ലീഗുമായി കോൺഗ്രസ്. എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഇനി മീറ്റ് ദ എഡിറ്റേഴ്സ്. Debate with MV Nikesh Kumar.